ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണത്തിനെതിരെ തൃശൂർ ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി പ്രതിഷേധ സംഗമം ആരംഭിച്ചു. ഉത്രാളിക്കാവിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ വിവിധ ഉത്സവ ആഘോഷ കമ്മിറ്റികളും പങ്കെടുക്കുന്നുണ്ട്. ആനന്ദ് പുത്തൂർ തൃശൂരിൽ നിന്ന് ചേർന്നു. ആനന്ദ്, കഴിഞ്ഞ ദിവസം ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചിരുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ആന എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ ഇത്രത്തോളം കടുത്തതാണെങ്കിൽ തൃശൂർ പൂരം പോലും ഉപേക്ഷിക്കേണ്ടി വരും എന്നവർ പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ ഒരു തനതായ അല്ലെങ്കിൽ സാംസ്കാരികത വിളിച്ചോതുന്ന തരത്തിലുള്ള തൃശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങൾ ഇതിന് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ വിശ്വാസികൾക്ക് മാത്രമല്ല, കേരളീയർക്ക് എല്ലാവർക്കും അത് വലിയ ഒരു സങ്കടത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കറിയാം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോലും കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ നിയന്ത്രണങ്ങൾ ഇതിലേക്ക് വരണം. മാത്രവുമല്ല, ആനകളുടെ അകലത്തിൽ പോലും കൃത്യമായ വ്യവസ്ഥകൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് പൂരം നടത്താൻ സാധിക്കുമോ? ഇത് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിലെയും പൂരം നടത്തിപ്പിന് ഇത് വലിയൊരു തടസ്സമായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ഒരു വിഷയത്തിലാണല്ലേ അവിടെ ഒരു പ്രതിഷേധ സംഗമമെല്ലാം ചേരുന്നത്. പ്രസക്തമായ ഒരു പൂരങ്ങളിലൊന്നാണ് വടക്കാഞ്ചേരിയിലെ ഉത്രാളിക്കാവ് പൂരം. വിശ്വപ്രസിദ്ധമാണെന്ന് പറഞ്ഞെങ്കിൽ കൂടി തെറ്റില്ലാത്ത തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ വെടിക്കെട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂരവും. അപ്പോൾ ഈ കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പൂരങ്ങളും നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഫെസ്റ്റിനേഷൻ കോർഡിനേഷൻ സമിതികളുടെ എല്ലാവരുടെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും സംയുക്തമായി യോഗം വിളിച്ചിരുന്നു. ഈ വിവിധ കൂട്ടായ്മകളുടെ യോഗം മറ്റന്നാൾ തൃശ്ശൂരിൽ ചേരും. ഇന്ന് എന്തായാലും വടക്കാഞ്ചേരിയിലും ഈ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം നടക്കുന്നത് ഈ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. വിവിധ എങ്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങളിൽ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വിവിധ ജനപ്രതിനിധികളും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പ്രതിനിധികളും എല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും വന്നിരുന്നു. ഭക്തജനങ്ങളും പൂരപ്രേമികളും പൂര കമ്മിറ്റി ഭാരവാഹികളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു യോഗം തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് പൂരങ്ങൾ നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആലോചിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കണം, അല്ലെങ്കിൽ മറ്റു വഴികൾ തേടണം. ഈ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ഒരു പൂരങ്ങളും നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് നാട്ടിലുള്ളത് എന്ന് തന്നെയാണ് പൊതുവെ യോഗത്തിൽ ഓരോരുത്തരും ഉയർത്തി വരുന്ന അഭിപ്രായം. എന്തായാലും ഇത്തരത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കുക, ആനയെഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നുള്ള ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 10 കൂടി തന്നെ ഇവിടെ പ്രതിഷേധ യോഗം ആരംഭിച്ചിട്ടുള്ളത്. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക.